ഹായ്. 2025 ധനുഷിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ നിലാവുക്ക് എന്നടി എന്മേലെ കോപം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയില് അനിക സുരേന്ദ്രൻ, പ്രിയ വാര്യർ, മാത്യു തോമസ്, പവീഷ് നാരായണൻ, ശരത് കുമാർ, ശരണ്യ പൊൻവാനൻ ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു കോമഡി റൊമാൻറ്റിക് മൂവിയാണ്. ഇതിന്റെ കഥയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം നല്ല രസമുണ്ട്. അതേപോലെ പാട്ടുകൾ ധനുഷ് തന്നെയാണ് 2-3 പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത്, കേൾക്കാനും നല്ല രസമുണ്ട്. പക്ഷെ എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അതായത് നായകൻ, നായിക, പിന്നെ അവരുടെ കൂടെയുള്ള 2-3 ക്യാരക്ടറുകൾ, ഇവരുടെ ഒന്നും അഭിനയം, അവരുടെ പെർഫോമൻസ് ഒന്നും അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ധനുഷിന്റെ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള കുറച്ച് അഭിനേതാക്കളെ വെച്ചിട്ട് ഈ സിനിമ എടുത്തെന്നുള്ളത്. പിന്നെ ഇതില് ശരത് കുമാറും പിന്നെ ശരണ്യ പൊൻവാനൻ എന്ന് പറയുന്നത് നമ്മുടെ VIP-യിലൊക്കെ നമ്മുടെ ധനുഷിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. അവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മാത്യു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിലെ നായിക കഥാപാത്രത്തിലോട്ട് വരുന്ന സമയത്ത് നായകൻ ഒരു ഒരു ഫീലും ഇല്ലാത്തൊരു നടനായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതായത് ഇമോഷണൽ വരുമ്പോൾ അവന്റെ ഫേസ് ക്ലോസപ്പ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് പിന്നെ കൂളി ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കോമഡി സീക്വൻസ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ആണെങ്കിലും നായികയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ ചിരി വരുത്തുന്ന പോലത്തുള്ള കുറച്ച് അഭിനയവും കുറെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മാത്രമാണുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കഥയും അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, നല്ല രസമുണ്ട്. ഈ പറഞ്ഞ അഭിനേതാക്കളൊന്നും മാറ്റി വേറെ ആരെങ്കിലും എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി നല്ല ഒരു മൂവി ആയിട്ട് മാറാമായിരുന്ന ഒരു സിനിമ കൂടിയാണ് നിലാവുക്ക് എന്നടി എന്മേലെ കോപം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഈ സിനിമയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലെ കഥാപാത്രം പ്രഭു നമ്മുടെ നില എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നായികയുടെ പേര്. ഇവര് തമ്മിൽ ഒരു ഫംഗ്ഷനിൽ, ഇവന്റെ കൂട്ടുകാരന്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നു. അവിടുന്ന് ഇവര് പിന്നോട്ടുള്ള ദിവസങ്ങളിൽ പ്രണയമാവുന്നു. ആ പ്രണയം നായിക അച്ഛനോട് പറയുന്നുണ്ട്. അതായത് നായകനും കൂട്ടി അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതിനെ എതിർക്കുന്നൊക്കെ ഉണ്ട്. അച്ഛന്റെ കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ളത് ശരത് കുമാറാണ്. അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനും നായകനും അവന്റെ അമ്മയും കൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ നായികയുടെ അച്ഛൻ ഇറങ്ങി പോകുന്നത് കാണും. അപ്പോൾ ആ ഡോക്ടറോട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഈ ശരത് കുമാറിന്റെ ക്യാരക്ടറിന് ക്യാൻസർ ആണ്, അദ്ദേഹം ഒരു 5-6 മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവനോട് പറയുന്നുണ്ട്. അതുപോലെ ഡോക്ടർ പറയുന്നുണ്ട്, ആ ശരത് കുമാറിൻ മകൾ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്, അപ്പൊ ഇനിയുള്ള കാലം ആ മകള് കൂടെ ഉണ്ടാവണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ ഡോക്ടർ നായകനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിൽ വന്നപ്പോൾ നായകൻ ഇവളോട് മോശമായിട്ട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഇവര് പിരിയുന്നുണ്ട്. അങ്ങനെ ഇവര് പിരിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നായകനെ ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് പെണ്ണാണാൻ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മുടെ പ്രിയ വാര്യരെ കണ്ടുമുട്ടുന്നത്. അപ്പൊ അവര് മുന്നേ പരിചയമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവരോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻക്ക് നമ്മുടെ അനിക നായിക കഥാപാത്രത്തിന്റെ ഒരു കല്യാണത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ വരും. അങ്ങനെ ഇവര് നമ്മുടെ മാത്യു നായകനും കൂടിയിട്ട് കല്യാണത്തിന് പോകുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ചിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളും പിന്നെ കുറച്ച് ഇമോഷൻസും എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരു ഭാവങ്ങളൊന്നും ഈ പറയുന്ന നായകന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് നല്ല ഇമോഷൻസ് വരുന്ന ഭാഗത്തൊന്നും ഒരു ക്ലോസപ്പ് വെച്ചിട്ടുള്ള സീനോ കാര്യങ്ങളൊന്നുമില്ല. കണ്ണാടൊക്കെ വെച്ചിട്ട് ആണ് ധനുഷ് എടുത്തിട്ടുള്ളത്. കാരണം അത്രയും മോശമാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ എടുത്തത്. അങ്ങനെ ഒടുവിൽ ആ ഒരു കല്യാണം മുടങ്ങി പോകുന്നുണ്ട്. ഇവര് ഞാൻ പറഞ്ഞില്ലേ, 2ാമത് വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണുമായിട്ട് ഇവൻ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ആ യാത്രയിലൂടെ നമ്മുടെ കഥാനായിക വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഒരു പെൺകൊച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ആ പെൺകൊച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരു ടെസ്റ്റ് പോലെയാണ് ലാസ്റ്റിലെ അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമ. അറിയില്ല, കുഴപ്പമില്ലാത്തൊരു നോർമൽ ഒരു ലവ് സ്റ്റോറി തന്നെയാണ് ധനുഷ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിൽ അഭിനയിച്ചവരുടെ കുറച്ച് പ്രശ്നം കാരണം കൊണ്ടായിരിക്കാം സിനിമ അധികം ഓടാതെ പോയതെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ആയിട്ട് അറിയിച്ചേക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.